ഞാൻ വലിയ പൊരുത്തം കിട്ടിയ ആളാണെന്നൊന്നും മനസ്സിലാക്കണ്ട. ഞാൻ കുറച്ചൊക്കെ ഉമ്മാനെ സ്നേഹിച്ചിട്ടുണ്ട്. പൂർണ്ണമായി ആർക്കും പറയാൻ കഴിയില്ല. കാരണം ഉമ്മ എന്ന് പറഞ്ഞ അത്രയും മഹത്തരമായ ക്യാരക്ടറാണ്. ഞാൻ അവസാനം എൻ്റെ ഉമ്മ മരിക്കുന്ന ദിവസം മർക്കസിൽ എനിക്കന്നൊരു ക്ലാസ് ഉണ്ട്. ബഹുമാനപ്പെട്ട സി ഉസ്താദ്, സി ഉസ്താദ് അന്നൊരു ക്ലാസ് എന്നെ ഏൽപ്പിച്ചു. ആ സി ഉസ്താദ് എടുക്കുന്ന ഒരു ക്ലാസ് ഉണ്ട് മർക്കസിൽ. അന്ന് അത് ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അന്ന് ഉസ്താദ് ഒരു ശനിയാഴ്ചയാണ്, എല്ലാ ശനിയാഴ്ച സ്ത്രീകൾ ഒരു ക്ലാസ്. അന്ന് പറഞ്ഞു എനിക്ക് അന്നോട് പോകാനുണ്ട്, അതുകൊണ്ട് ആ ക്ലാസ് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞു. അന്ന് ആ ക്ലാസ് ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് രാത്രി തിരൂർ, മലപ്പുറം ജില്ലയിലെ തിരൂർ ഒരു ക്ലാസ് ഉണ്ട്. ആ തിരൂർ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എൻ്റെ ഉമ്മ മരണപ്പെട്ട വാർത്ത വരുന്നത്. അപ്പൊ അന്ന് രാവിലെ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ദ്വാരക്കണം, ശരി ക്ലാസ്സൊക്കെ ഹൈറാകാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ട് ഉമ്മാനോട് ഞാൻ പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഉമ്മ പറഞ്ഞു, ഇനി ഞാൻ ദ്വാരക്കാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. തമാശയായിട്ട് ഞാൻ കൂട്ടിയിട്ടുള്ളത്, ഇനി ഞാൻ ദ്വാരക്കാൻ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ല പിന്നെ ഞാൻ എങ്ങനെ രക്ഷപ്പെടാ? അപ്പൊ ഉമ്മ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി മൊത്തത്തിൽ ദ്വാരന്നിട്ട് ഞാൻ പോകും, ഇനി ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു, കട്ടായം പറഞ്ഞു ഉമ്മ. അന്ന് രാത്രി പിന്നെ ഞാൻ ഏകദേശം 9 മണിയാകുമ്പോൾ ഉമ്മ മരിച്ചു. അങ്ങനെ ഞാൻ ക്ലാസ്സിനിടയിലും മരിച്ചു എന്നുള്ളവരൊന്നും കിട്ടുമല്ലോ, അങ്ങനെ സുഖമില്ല ഹോസ്പിറ്റലിൽ കൊണ്ട് അങ്ങനെയല്ലേ കേൾക്കുക. കൊണ്ടോട്ടിയിൽ ഞാൻ എത്തിയ സമയത്ത് എൻ്റെ ഒരു അമ്മാവൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഉമ്മ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഉമ്മാനെ സ്നേഹിച്ചില്ല എന്നുള്ള എനിക്ക് അഭിപ്രായം ഇല്ല. പക്ഷെ സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷെ പൂർത്തിയായി എന്ന അഭിപ്രായം എനിക്കില്ല. എന്നാലും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആ സമയത്ത് ഞാൻ ഏറ്റവും ഉമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്നു, എടാ നിന്റെ കുട്ടിനെ കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ്റെ 4 മക്കളെ ഉമ്മ കളിപ്പിച്ചിട്ടുണ്ട്. ഉമ്മ പാട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ 4 എൻ്റെ പെങ്ങന്മാരുടെ കുട്ടികളൊക്കെ അമിൻതദക്കുരിശി, റാനിംബിരി സൽമിയുടെ കുറേ വരികൾ ഉമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് പഠിച്ചത്. സ്വാഭാവികമായിട്ടും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ കുട്ടികൾ എൻ്റെ ഉമ്മ പഠിപ്പിക്കണമെന്ന്. എൻ്റെ ഉമ്മയും പറയാറുണ്ടായിരുന്നു, എടാ നിന്റെ കുട്ടികളെ എനിക്ക് കാണാൻ, എൻ്റെ കുട്ടികളെ കാണെങ്കിൽ വിധി ഉണ്ടാവില്ലേ, എൻ്റെ കുട്ടികളെ എനിക്ക് കാണണം എന്ന് ഉമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിച്ചിരുന്നത്, എനിക്ക് ഉമ്മ മരിക്കുമ്പോൾ എനിക്ക് 25 വയസ്സായിട്ടുള്ള, കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഉമ്മയൊക്കെ ചില പെണ്ണിനൊക്കെ കാണാനൊക്കെ ഉമ്മൊക്കെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് നടക്കുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഞാൻ അന്ന് കൊണ്ടുപോയി ഞാൻ ബൈക്കുമല്ല പോയത്, തിരൂർ പോയത്. അന്ന് ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ വണ്ടിയാണ് നിർത്തിയിട്ട് ആകെ ഇത് മൊത്തം ഇങ്ങനെ കറങ്ങി, ഗോളം മൊത്തം ഇങ്ങനെ കറങ്ങി. കാരണം എൻ്റെ ജീവിതത്തിൽ ബാപ്പ പണ്ടേ മരിച്ചുപോയി. ജ്യേഷ്ഠന് ഭാര്യയുണ്ട്, പെങ്ങന്മാർക്കൊക്കെ ഭർത്താക്കന്മാരുണ്ട്. അവരൊക്കെ എന്നെ നോക്കിയിട്ടുണ്ട്, അതിനൊന്നും ഒരു കുറവുണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും എനിക്കൊരു കൂട്ടുണ്ടായിരുന്നത് ഉമ്മയായിരുന്നു. എൻ്റെ എല്ലാമായിട്ട്, ബാപ്പയായിട്ടും ചങ്ങായിയായിട്ടും സുഹൃത്തായിട്ടും എല്ലാമായിട്ടും പരസ്യമായിട്ട് പറയാൻ പറ്റുന്നവരല്ല. എന്നാലും ഞാൻ പറയട്ടെ, എൻ്റെ ഉമ്മ ഒരു മകനായ എനിക്ക് കല്യാണപ്രായമായ സമയത്ത് സെക്ഷൽ ഇന്റർകോഴ്സിനെ കുറിച്ച് മലയാളത്തിൽ പറയുന്ന പുസ്തകം വാങ്ങി തന്നിട്ടുണ്ട്. ആ ഉമ്മയും മോനും തമ്മിലുള്ള ബന്ധം നോക്കണം നിങ്ങൾ. അതായത് എൻ്റെ കുട്ടിയുടെ കല്യാണം നടക്കാൻ പോവാണ്, അവൻ്റെ സെക്ഷൽ ലൈഫ് ഹാപ്പി ആവണം എന്ന് വിചാരിച്ചിട്ട് ഉമ്മ എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകമടക്കം വാങ്ങി തന്നിട്ടുണ്ട്. അത്രമാത്രമായിരുന്നു ആ ഉമ്മയും മോനും തമ്മിലുള്ള ബന്ധം. അള്ളാഹു തആല സ്വർഗം കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും വല്യമ്മ എല്ലാവർക്കും അള്ളാഹു തആല സ്വർഗം കൊടുക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞു, ഉമ്മ എന്ന് പറയുന്ന ഒരു കിഞ്ചിഞ്ഞ് 4, 5, 10 മണിക്കൂർ പറഞ്ഞാലും ഉമ്മാനെ കുറിച്ച് പറഞ്ഞാൽ തീരൂല. അത്രമാത്രം പറയാനുണ്ട് ഉമ്മാനെ. ഞാൻ മറ്റു ചില വിഷയങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഈ ഭാഗം പതുക്കെ അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് അവസാനമായിട്ട് എല്ലാവരും ഒന്ന് തീരുമാനം എടുക്കുക. ഉമ്മാന്റെ പൊരുത്തിഞ്ഞ് ഉമ്മ മരിച്ചുപോയി, സാറേ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, നാളെ തന്നെ ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് പോവുക. ഖബറിന്റെ അടുത്ത് പോയി ആ കാൽക്കൽ നിൽക്കുക. കാലേത് ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, കിബിലന്റെ ആണ് പെട്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് കിബിലന്റെ കാലിന്റെ ഭാഗത്ത് പോയിട്ട് പറയും, ഉമ്മ ജീവിതകാലത്ത് നിങ്ങൾക്ക് വേണ്ട ഒന്നും ചെയ്തു തരാൻ പറ്റിയില്ല, അതുകൊണ്ട് നിങ്ങളെ പൊരുത്തം വാങ്ങാൻ വന്നതാണ്, എന്നെ തട്ടി പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞിട്ട് ഉമ്മമാർക്ക് തട്ടാൻ കഴിയില്ല. റഉഫത്ത് ആ ലെവലിലല്ലെങ്കിലും അവർക്കും കാരുണ്യം ഉണ്ടാകും. എത്ര നമ്മളിത് ചെയ്താലും അവസാനം അവർക്ക് കാരുണ്യം അവർക്ക് ഉണ്ടാവുക. അവരാണ് നമ്മൾ ആരൊക്കെ തള്ളി പറഞ്ഞാലും ഉമ്മ പറയും, എൻ്റെ കുട്ടിയും പോരടാ, അത് സാരല്ലേ നമുക്ക് ശരിയാക്കാന്ന് പറയും. അത് അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ ബാപ്പ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പഠിച്ചു വരുന്ന സമയത്ത് ഈ പഠനത്തിലൊക്കെ ഞാൻ വളരെ മോശമായിരുന്നു. SSLC തട്ടിമുട്ടിയാണ് ഞാൻ പാസ്സായത്. എല്ലാവരും വിചാരിച്ചത് ഞാൻ തോൽക്കുന്നായിരുന്നു. കാരണം SSLC പരീക്ഷ തുടങ്ങുന്നതിന്റെ തലേ ദിവസം എൻ്റെ വീടിന്റെ തൊട്ട് മുമ്പിലുള്ള പഴയ വീടിന്റെ തറവാട് വീടിന്റെ തൊട്ട് മുമ്പിലുള്ള ഒരു പാടുണ്ട്. ആ പാടത്ത് പന്തളിക്കാൻ പോയി. ഞാൻ പന്തളിക്കാൻ പോയപ്പോ ഈ എന്തായാലും പേര് ഞാറ് ഇതുണ്ടാവില്ലേ, നെല്ലുണ്ടാവില്ലേ, നെല്ലിന്റെ ഉണ്ടുണ്ടാവില്ലേ, മണ്ണിന്റെ ഉണ്ട, നെല്ല് പറിച്ചതിന്റെ, അതിൽ അടിച്ചിട്ട് എൻ്റെ കാലിന്റെ പടം പറഞ്ഞു. അപ്പൊ ഇത് SSLC പരീക്ഷന്റെ തലേന്നാണിത്. എൻ്റെ ഒരു ഉത്സാഹം നോക്കണം നിങ്ങൾ. അന്ന് പോലും ഇസ്ലാം ഏറെ പ്രാധാന്യത്തോടെ പറഞ്ഞ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് പോയതാണ്, കളിക്കാൻ പോയതല്ല. അങ്ങനെ കുട്ടിയാൽ മതി. ആരോഗ്യ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട നിസ്കാരത്തിൽ നമ്മള് വാഫിനി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അല്ലാഹുമ്മ ഇതിന് ഫീമിൻ വാഫിനി ഫീമ. അപ്പൊ അത്ര പ്രാധാന്യം ഇസ്ലാമിൽ ആരോഗ്യത്തിൽ ഉള്ളത് കൊണ്ട് അന്നത്തെ ഈവനിങ്ങിലും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ പോയിരുന്നു, പന്തളിക്കാൻ പോയിരുന്നു ചുരുക്കം. അങ്ങനെ പന്തളിക്കാൻ പോയിട്ട് അവിടെ അടിച്ചിട്ട് കാല് പടം പറഞ്ഞു. എന്നെ 2 ആൾക്കാർ എടുത്തിട്ട് അവിടെ വൈദ്യരെ അടുത്തുകൊണ്ടുപോയി. വൈദ്യര് കാലിങ്ങനെ ഒഴിഞ്ഞിട്ട്, ആ വൈദ്യന്മാർ കാല് ഒഴിയുമ്പോഴാണ് നമ്മൾ
ഏഴാനാകാശമൊക്കെ കാണുക, കാണാത്തൊക്കെ കാണും. ആത്മാവിനൊക്കെ നമ്മൾ തിരിച്ചറിയാൻ സമയത്ത് വല്ലാത്തൊരു രസമാണ്. ചുരുക്കി പറയാം, അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്നെ തിരിച്ചു കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടാക്കി. നേരെ പിറ്റേന്ന് SLC പരീക്ഷ തുടങ്ങാം. ഞാൻ SLC പരീക്ഷ എങ്ങനെ എഴുതിയെന്നറിയോ? രണ്ടാളെടുത്തിട്ട് ഓട്ടോറിക്ഷ കൊണ്ടേക്കും. ഓട്ടോറിക്ഷ ഇനിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും, സ്കൂളിൽ പോകും. അവിടുന്ന് രണ്ടാളെടുത്തിട്ട് മെല്ലെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അപ്പുറത്ത് പിടിച്ചിട്ട് മെല്ലെ പരീക്ഷ ചെയ്ത സ്ഥലത്ത് തികച്ചും രാജകീയമായി പരീക്ഷ ചെയ്ത് ഞാൻ. അതായത് ഇത്രമാത്രം അലമ്പ് കാണിച്ച് പരീക്ഷന്റെ തലേന്ന് കളിച്ചിട്ടാണ് ഈ സൈഡായത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിൽ എല്ലാവരും വിചാരിച്ചത് ഞാൻ തോൽക്കുന്നതാണ്. എൻ്റെ ചെറിയ അമ്മായി എങ്ങാനും ലൈവിലുണ്ടെങ്കിൽ അന്ന് എൻ്റെ ചെറിയ അമ്മായി പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നീ ജയിച്ചോടാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ജയിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ചെറിയ അമ്മായി പറഞ്ഞു, നീയൊക്കെ ജയിച്ചാൽ ഇത്തവണ എല്ലാവരും ജയിച്ചിട്ടുണ്ടാവും. കാരണം അത്ര ആ കോലത്തിൽ കളിച്ച് ഞാനൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ കേരളത്തിൽ എല്ലാവരും SLC ജയിച്ചിട്ടുണ്ടാവും. എൻ്റെ സ്കൂളിൽ ആകെ 9% ആൾക്കാരെ പാസ്സായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെന്നറിയോ? അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ +2 തോറ്റ്, മനോഹരമായിട്ട് തോറ്റ്. ഇത്ര സുന്ദരമായിട്ടാണ് തോറ്റത്. തോൽക്കുമ്പോഴും ഒരു വിഷയത്തിന് അതൊന്നുമല്ല, തോൽക്കുമ്പോൾ അതിൻ്റെ ഒരു വൻ ഭൂരിപക്ഷത്തോടു കൂടെ തോറ്റു ഞാൻ. അപ്പൊ കിഡിലും പരാജയം വരുന്നത് +2 കൊണ്ട് തോറ്റ്. അല്ലെങ്കിൽ തന്നെ കുടുംബക്കാരെ കൊണ്ട് ഞാൻ പറയിപ്പിച്ച് നടക്കാറ്. കാരണം സിനിമ കാണാൻ പോകും, അപ്പുറത്തെ വീട്ടിൽ സിനിമ കാണാൻ പോകും, ഇങ്ങനെയൊക്കെ നടന്നിരുന്ന കാലമുണ്ട്. അപ്പൊ ആ അവസ്ഥയിൽ ഉമ്മ, ഞാൻ ഈ +2 തോറ്റ്, ഉമ്മക്ക് അല്ലെങ്കിൽ തന്നെ കുടുംബക്കാരോട് പറയും മര്യാദക്ക് നോക്കാൻ അറിയില്ലെങ്കിൽ. കാരണം ഉമ്മ എത്തിയും കുട്ടിയാണല്ലോ ഞാൻ, അതുകൊണ്ട് ഉമ്മ പ്രത്യേകം എന്നെ സ്നേഹിക്കുക. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ആ സ്വാതന്ത്ര്യം വല്ലാതെ മിസ്യൂസ് ചെയ്തു. അങ്ങനെ കളിക്കാൻ പോവുക. അവിടെ ഒരു ക്രിക്കറ്റ് ടീമുണ്ട്, ഞാൻ അതിന് ക്യാപ്റ്റനായി മാറി. അവിടെ ഫുട്ബോൾ ടീമിന്റെ ഗോളിയായി മാറി. പിന്നെ വേറെ പല ആക്ടിവിറ്റീസും ഉണ്ട്. ഇങ്ങനെ തെറ്റായ സിഗരറ്റ് വലിയിലേക്കോ കള്ളുകൂടിയിലോ അതിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. സിനിമ കണ്ടിട്ടുണ്ട്. അല്ലാതെ നമ്മൾ കണ്ടതൊക്കെ പൊരുത്തപ്പെട്ട് പെരുമാറോട്ടെ. അങ്ങനെ പോയിട്ട് അവസാനം +2 തോറ്റ് ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഉമ്മ കെട്ടിപ്പിടിച്ചിട്ട് ഒറ്റ പറച്ചില്ല. എന്താണെന്നറിയോ? എൻ്റെ കുട്ടി തോൽക്കൂല എന്ന് പറഞ്ഞു. +2 തോറ്റ് നാട്ടുകാർ അല്ലെങ്കിൽ തന്നെ കുറ്റം പറയുന്നവനാണ്, കുടുംബക്കാർ അല്ലെങ്കിൽ തന്നെ കുറ്റം പറയുമ്പോൾ ഈ ഉമ്മ ഇങ്ങനെ ഒറ്റ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ കണ്ണുനീരോടെ പറഞ്ഞു, എൻ്റെ കുട്ടി തോൽക്കൂലടാന്ന് പറഞ്ഞു. എൻ്റെ കുട്ടി തോൽക്കൂല എന്ന് പറഞ്ഞു. +2 തോറ്റ് വരുന്നവനോട് ഞാൻ എനിക്ക് അന്നത് മനസ്സിലായില്ല എന്താ ഈ പറഞ്ഞതെന്ന്. പക്ഷെ പിന്നെ എന്നിട്ട് എൻ്റെ ഉമ്മ ആദ്യം ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ അമ്മാവന്മാരുടെ 2 മക്കള് +2 എഴുതിയിട്ടുണ്ട്, അവരൊക്കെ പാസ്സായിട്ടുണ്ട്. ഞാൻ തോറ്റവനായിട്ട് വീട്ടിൽ നിൽക്കണം. അപ്പൊ അതില്ലാതാക്കാൻ വേണ്ടി ഉമ്മ ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നമ്മുടെയൊക്കെ നാട്ടിൻ പ്രദേശങ്ങളിൽ കമ്പ്യൂട്ടർ സെന്ററുകൾ വരാൻ തുടങ്ങുന്ന കാലമാണ്. അപ്പോൾ അവിടെ ഒരു കമ്പ്യൂട്ടർ സെന്റർ ഉണ്ട്. ആ കമ്പ്യൂട്ടർ സെന്ററിൽ കൊണ്ടുപോയിട്ട് എന്നെ എനിക്കൊരു അഡ്മിഷൻ എടുത്തു തന്നു ഉമ്മ. അപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഓനിപ്പോൾ എന്താ പഠിക്കുന്നത്? ഓൻ കമ്പ്യൂട്ടർ പഠിക്കാൻ പോവാണ് എന്ന് ആധികാരികമായി പറയാൻ വേണ്ടി എൻ്റെ ഇമേജ് പോസിറ്റീവായി കീപ്പ് ചെയ്യാൻ വേണ്ടി ഉമ്മ എടുത്ത ടെക്നിക്കായിരുന്നു അത്. അങ്ങനെ അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ പിന്നെയാണ് ഞാൻ 2ാമത് പഠിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഉമ്മാന്റെ പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രം, അത് ഉമ്മയാവട്ടെ, വല്യമ്മയാവട്ടെ, ഇളയമ്മയാവട്ടെ, മൂത്തമ്മയാവട്ടെ, അമ്മായി ആവട്ടെ, അവരൊക്കെ കാറ്റഗറിയിൽ പെടുന്നവരാണ്. ആ പ്രായമുള്ള ആൾക്കാരുടെ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ അമ്മായി, മൂത്തമ്മ, ഇളയമ്മ അങ്ങനെ ക്യാരക്ടറുകൾ ഉണ്ടാവും. അവരൊക്കെ വല്ലാത്ത ക്യാരക്ടറുകളാണ്. അവരുടെ പോയിട്ട് കുറച്ചൊരു പൊരുത്തൊക്കെ വാങ്ങി നമ്മുടെ കുട്ടികൾ ആ രീതിയിലാണെങ്കിൽ അപ്പൊ ആ രീതിയിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തം നമുക്ക് കിട്ടണം. അപ്പൊ ഇവിടുന്ന് തീരുമാനം എടുക്കണം. ഇതുവരെ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ കെട്ടിപ്പിടിച്ചിട്ട് നെറ്റിയിൽ ചുംബനം എടുക്കാത്തവർ ഇന്ന് അല്ലെങ്കിൽ നാളെ അത് ചെയ്യണം. ഇൻഷാ അല്ലാഹ് പറ, എല്ലാവരും പറ ഇൻഷാ അല്ലാഹ് പറ. പെണ്ണുങ്ങൾ പറ ഇൻഷാ അല്ലാഹ് പറ. ഇവിടെ ഒരു ദിവസം മാത്രം പോരാ, ഇടക്കിടക്ക് നിങ്ങൾ ചെയ്യുന്നവരായിരിക്കും പലരും. എന്നാലും ഞാൻ പറയാം, ഇടക്കിടക്ക് പോയിട്ട് ആ സമ്മാനം വാങ്ങണം. ബോർഡിംഗ് പാസ് പുതുക്കേണ്ടി വരും. സീറ്റ് ആദ്യം ബാക്കിലെ സീറ്റ് കിട്ടി, ഇത് കുറച്ചും കൂടെ മുമ്പ് വന്ന് ഇങ്ങനെ വന്ന് സീറ്റൊക്കെ ഒന്ന് പുതുക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്ത് സീറ്റ് കിട്ടണം നമുക്ക്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞു, ഗ്രാൻഡ് പാരൻസിന്റെ കാര്യം പറഞ്ഞു. ഇനി ഭാര്യയും ഭർത്താവും തമ്മിൽ കുട്ടികൾ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു അവസാനിപ്പിക്കും. ഒന്ന് എഴുന്നേറ്റിരുന്നാലോ അല്ലേ? എല്ലാവരും ഒന്ന് എഴുന്നേക്കും. ഒരു പാട്ട് പാടാം. എല്ലാവരും പഠിക്കും കേട്ടോ. പെണ്ണുങ്ങളും അല്ലേ ആണുങ്ങളും ഉറക്കും പഠിക്കും. അവരൊക്കെ കൈ കെട്ടാതെ നിൽക്കുക, എല്ലാവരും കൈ കെട്ടാതെ നിൽക്കുക, എന്നിട്ട് പഠിക്കോളി. മൈക്കിൻ്റെ ആളോടെ പാടുമ്പോൾ അങ്ങനെ പാട്ടിൻ്റെ സെറ്റപ്പ് ആക്കി വെക്കാൻ പറ്റും. നാളെ മൈക്കിൻ്റെ ആൾ മൈക്ക് ഓഫീസറെ أنت تتلو بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي بڑ حسبي ربي جل الله. മാഷാ അല്ലാഹ്. കുട്ടികളൊക്കെ ഉറക്കെ പാടും. ഈ കുട്ടികളൊക്കെ ഇൻക്രീസ് ചെയ്ത് വോളിയം. أنت أم
أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله لا ارتكبت على الخطا غير حسر الوعدات لك أشكو فيه يا سيدي خير النبي إننا نرجو إلى كأس حوضك للأتش يوم نشر كتابي يا سيدي خير النبي حسبي ربي جل الله في قلبي غير الله نور محمد صلى الله الشفاعة هب لنا في القيامة مسفقا ولنا الله يا سيدي خير النبي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطح والحبيب العربي ഏതെങ്കിലുമൊക്കെ സദസ്സിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ലോകത്തുനിന്ന് യാത്ര പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുമ്പോൾ അത് പാടുന്ന സമയത്ത് അവിടുത്തെ ഹുദൂരിയത്ത് അവിടെ ഉണ്ടാകും. അത് പാടുന്ന സമയത്ത് അത് പാടിക്കൊണ്ട് ആ ഒരു രീതിയിൽ പാടുമ്പോൾ അവിടുന്ന് അവിടെ വരും. വന്നിട്ട് അവിടുത്തെ മുഖത്തേക്ക് നോക്കിയിട്ട് പുഞ്ചിരിച്ചു കൊണ്ടാണ് മരണപ്പെടണം. പടച്ചോനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ സ്വർണത്തിന് വേറെ ബക്കറ്റ് ഉണ്ടോ? സ്വർണ്ണത്തിൽ തന്നെ, സ്വർണ്ണത്തിൽ തന്നെയാണ്, പൈസ ഇതിൽ തന്നെയാണ് ഇടുന്നത്. ഇനി ആണുങ്ങൾ വാച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കാറിൻ്റെ കീ ഒന്നും കൊടുക്കണ്ട, വലിയ അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ തന്നെയല്ലേ നിങ്ങൾ സമ്മാനം കൊടുക്കില്ല? നമ്മളൊക്കെ വെറൈറ്റി ആക്കി വരില്ല. അപ്പോൾ നല്ല സംഖ്യ കൊടുക്കാറ് 3 ദിവസത്തെ പരിപാടിക്ക് നല്ല ചെലവുണ്ട്. പണ്ടത്തെ പോലെ ഒന്നല്ല, ഭയങ്കര വാടകയും സാധനങ്ങൾക്കൊക്കെ. അതുകൊണ്ട് നല്ലൊരു സംഖ്യ കൊടുക്കുന്നത്. പരിപാടി നടത്തുന്ന ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരാണ്. അവർ പ്രയാസപ്പെടാൻ പാടില്ല. അവർക്ക് അടുത്ത കൊല്ലം പരിപാടി നടത്താൻ, ഈ പരിപാടി ഇങ്ങനത്തെ നടത്തണ്ടെങ്കിൽ പറയാം, നടത്തണ്ടേ? ആ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല പ്രോത്സാഹനം കൊടുക്കുക, നല്ല പൈസ കൊടുക്കുക ഇൻഷാ അല്ലാഹ്. ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നത്. ഇതേപോലെ പ്രധാനപ്പെട്ട വേറെ ക്യാരക്ടറുകൾ, വാപ്പ ഉമ്മാന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതേപോലൊരു ക്യാരക്ടറാണ് വാപ്പ എന്ന് പറയുന്നത്. പലപ്പോഴും എന്താ പറയുക, വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ പോകലാണ് വാപ്പമാര്. പൈസ എല്ലാവരും എടുത്തു വെച്ചോളൂ. ആ ചോപ്പ് ഒരു 2 പിന്നെ 3 പൂജ്യമുള്ള ഒരു നോട്ടുണ്ട്, എടുത്തു വെച്ചോളൂ. അല്ലെങ്കിൽ 5 പിന്നെ 2 പൂജ്യമുള്ള നോട്ട് 3-4 എടുത്ത് വെച്ചാൽ. പിന്നെ നിങ്ങൾ സ്വർണ്ണമാണെങ്കിൽ പിന്നെ അതിൽ ഇട്ടോളി കുഴപ്പമില്ല, ചില ഹൈറായ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും.
അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ നാട്ടിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾക്കും വേണമെങ്കിൽ സിനിമ കാണാൻ പോയിക്കൂടെ? അവരതിന് പോയിട്ടില്ലല്ലോ. ആ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇവിടെ സർക്കസ് സംഘടിപ്പിച്ചൂടെ? ഇവിടെ സംഘടിപ്പിച്ചിട്ടില്ലല്ലോ. ആ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇവിടെ ഗാനമേള സംഘടിപ്പിച്ചൂടെ? ഈ സമ്മാസൊക്കെ നല്ല പാട്ടാണ്. സമ്മാസൊക്കെ പാടിയാൽ ഗാനമേള പാടാൻ പോയാൽ നല്ല പൈസ കിട്ടും. മ്യൂസിക്കോടെ പാടാൻ പോയാൽ. സമ്മാസ് SS ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ്. അതേപോലെ കുറേ കുട്ടികളുണ്ട് ഇവിടെ, അവർക്ക് നേതൃത്വം നൽകുന്ന SYS മുസ്ലിം ജമാഅത്തും ഉണ്ട്. അവരൊക്കെ ചെയ്യുന്ന എന്താണ്? അള്ളാന്റെ ദീനാണ് ഈ പറയുന്നത്. ഇനി നാളെ വേറെ നമ്മളെ വഹാബ് നഈം ഈ കൊല്ലം വന്നിട്ട് സംസാരിക്കും. അതിന്റെ പിറ്റേന്ന് നമ്മള് സ്വാദിഖ് ഫാദിലി ഉസ്താദും ടീമൊക്കെ വന്നിട്ട് നല്ല ബുർദൊക്കെ പാടും. മാഷാ അല്ലാഹ്. ഇതിനൊക്കെ ചെലവുകളുണ്ട്. അപ്പോൾ അവരെ മുത്തറസൂലുള്ളാഹിനെ പരിചയപ്പെടുത്താനുള്ള പരിപാടിയാണ് നമ്മുടെ കുട്ടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അവരെ നന്നായി പ്രോത്സാഹിപ്പിക്കുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ബാപ്പ എന്ന് പറയുന്ന ക്യാരക്ടർ നല്ല വാല്യൂ കൊടുക്കേണ്ട ഒരു ക്യാരക്ടറാണ്. നമ്മൾ പലപ്പോഴും ബാപ്പാനെ കുറിച്ച് അറിയാറില്ല. എൻ്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭർത്താക്കന്മാരുണ്ടല്ലോ, അത് വാപ്പമാര്, കുട്ടികളുടെ വാപ്പാര്, ആ വാപ്പമാരെ കുറിച്ചുള്ള വാല്യൂ മക്കൾക്ക് നിങ്ങൾ നന്നായി പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മമാര് വാപ്പാന്റെ വാല്യൂ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വാപ്പമാര് ഉമ്മാന്റെ വാല്യൂ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഉണ്ടാവേണ്ടത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ഒരു ഭാഗമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഡോക്ടർ APJ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവര് രാത്രി ഭക്ഷണം കഴിക്കാണ്ട്, APJന്റെ പാപ്പ, APJന്റെ ഉമ്മ, APJ ഇവര് മൂന്നാളും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തിയും കറിയും. അപ്പൊ ചപ്പാത്തി ഇങ്ങനെ കൊണ്ടുവച്ചപ്പോ, ഉമ്മ ചപ്പാത്തി കൊണ്ടുപോയി വെച്ചപ്പോ അതിൽ കരിഞ്ഞ ചപ്പാത്തി ഉണ്ട്. അപ്പൊ കരിഞ്ഞ ചപ്പാത്തി ഒക്കെ വേഗം കലാമിന്റെ വാപ്പ എടുത്തിട്ട് കലാമിന്റെ പാത്രത്തിൽ കിട്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് കരിഞ്ഞ ചപ്പാത്തിയാണ് ഇഷ്ടം, നിങ്ങളൊക്കെ മറ്റേത് കഴിച്ചോളി എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കുന്നതൊക്കെ കഴിഞ്ഞതിന് ശേഷം കലാമ് ബാപ്പാന്റെ റൂമിലേക്ക് മെല്ലെ ചെന്നിട്ട് ചോദിച്ചു, അല്ല വാപ്പ, സത്യത്തിൽ നിങ്ങൾക്ക് കരിഞ്ഞ ചപ്പാത്തി ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പൊ വാപ്പ പറഞ്ഞു, എടാ ഇല്ലടാ, കരിഞ്ഞ ചപ്പാത്തി ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? നിന്റെ ഉമ്മ രാവിലെ മുതലേ ജോലിയെടുത്ത് ക്ഷീണിച്ച് പല കാര്യങ്ങളും പണിയെടുത്ത് ക്ഷീണിച്ച് വന്നതാണ്. മനഃപൂർവ്വം ആരും ചപ്പാത്തി കരിച്ചുണ്ടാക്കൂല. മനഃപൂർവ്വം ഭക്ഷണം ലേറ്റ് ആക്കൂലല്ലോ. മനഃപൂർവ്വം അതെടുത്ത് വെക്കാൻ മറക്കൂലല്ലോ. എന്നതുപോലെ മനഃപൂർവ്വം ചായയിൽ പഞ്ചസാര കുറയും കൂടുമൊന്നും ചെയ്യൂലല്ലോ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുമായ കാര്യങ്ങളാണ്. മനഃപൂർവ്വം കൂടൂല. അപ്പൊ എന്നതുപോലെ ഒരു സംഭവമാണ് എന്ത്? അത് മനഃപൂർവ്വം ചപ്പാത്തി കരിച്ചതല്ലടാ, അത് കരിഞ്ഞു പോയതാണ്. ഇത്ര ഒരു രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് ഈ അവസാനം ഇപ്പോഴും അധ്വാനിച്ച് ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടുവരും. അതിലെ കുറ്റം ഞാൻ പറഞ്ഞാൽ നിന്റെ ഉമ്മക്ക് ഒരുപാട് വിഷമായി പോടാ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് കലാം പറയുന്നുണ്ട്, ജീവിതത്തിൽ വലിയ ഒരു പാഠമാണ് ഞാൻ അതിലൂടെ പഠിച്ചതെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്, മക്കളുടെ ഉമ്മ വാപ്പാനെ കുറിച്ച് അങ്ങോട്ട് വാല്യൂ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, മാതാപിതാക്കൾക്കിടയിൽ തമ്മിൽ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പിണങ്ങാറുണ്ടല്ലോ. അത് അടിപിടി കലാശിക്കൊന്നുമില്ല, ഒരു ചെറിയ പിണക്കാണ്. ഒരു രാത്രിക്കപ്പുറത്തേക്ക് അത് പോകാറില്ല. പിണക്കങ്ങൾ ഉണ്ടാകും, മനുഷ്യന്മാരല്ലേ. ഒരു രാത്രിക്കപ്പുറത്തേക്ക് അത് പോയില്ല. അപ്പോഴത്തേക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവും. അല്ലാഹു തആല നമ്മുടെ നല്ല ബന്ധങ്ങളൊക്കെ നിലനിർത്തട്ടെ. പക്ഷെ അത് ഞാൻ ഭാര്യ മാത്രം അറിഞ്ഞാൽ മതി. അത് മക്കളതിലേക്ക് കൂട്ടാൻ പാടില്ല. മക്കൾ അതിലേക്ക് കൂട്ടാൻ പാടില്ല. ചില വീട്ടിൽ പെണ്ണുങ്ങൾ ചെയ്യുന്നത് തെറ്റുണ്ട്. അതെന്താണെന്നറിയോ? ബാപ്പയും അമ്മയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, ഈ പെണ്ണും ഭർത്താവ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു കക്ഷിയായിരുന്നു, പിന്നെ രണ്ട് കക്ഷികളായി മാറി. അപ്പൊ എന്നിട്ട് ഈ കക്ഷിന്റെ പണി എന്താണെന്നറിയോ? ഘടകകക്ഷികളെ കൂട്ടും കൂടെ. എന്താ മോനെ ഇങ്ങോട്ട് വാ, ഞാൻ ആരെ കുട്ടിയാ? ഉമ്മാന്റെ ഇപ്പാന്റെ കുട്ടി, ഇനി മുതൽ ഉമ്മാന്റെ മാത്രം കുട്ടിയായി മതി. എന്തേ ഉപ്പ എന്താ പറഞ്ഞെന്നറിയോ? ഉമ്മാനെ ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ ആരെ കുട്ടിയാ? ഞാൻ ഉമ്മാന്റെ മാത്രം കുട്ടി. ഘടകകക്ഷി ഒന്നേ. രണ്ടാമത്തെ ഘടകകക്ഷി മോനുസേവ എന്നും ഇവിടെ ഘടകകക്ഷിനെ ഉണ്ടാക്കുന്ന പണിയാ ചില പെണ്ണുങ്ങൾക്ക്. അത് എന്നിട്ട് അടുത്ത കുട്ടീനുണ്ടാക്കി. ഇനി വാപ്പ വിളിച്ചാൽ പോവാ? ഇല്ല. വെള്ളം ചോദിച്ചാൽ കൊടുക്കുവോ? ഇല്ല. മൂന്നാമത്തെ ഘടകകക്ഷി, നാലാമത്തെ ഘടകം എല്ലാം കിട്ടി. അങ്ങനെ ഒരു ശൂന്യവേളയിൽ ആര് കയറി വരും? ഭർത്താവ് കയറി വരും. എടി ഒരു ഗ്ലാസ് വെള്ളം, മോനെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കും. ഇവിടെ ഒറ്റക്കെട്ടാണ്. ഇവിടെ ഒരു തുള്ളി വെള്ളം വീട്ടിൽ നിന്ന് കിട്ടൂല. അയാൾ ഒറ്റക്ക് മേടിക്കേണ്ടി വരും. മഹാ അബദ്ധമാണിത്. ബാപ്പയും തമ്മിൽ പ്രശ്നമെങ്കിൽ അവർ തമ്മിൽ തീർക്കുക. കുട്ടികളെ അതിലേക്ക് ചേർക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത്. കുട്ടികൾ എന്റെ സംസാരം മനസ്സിലാവുന്ന കുട്ടികളോട് ഞാൻ പറയാണ്, ബാപ്പയും ഉമ്മയും തമ്മിൽ അല്ലെങ്കിൽ ഏട്ടനെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യന്മാരല്ലേ, അത് അവർ തമ്മിൽ തന്നെ തീർത്തു. അത് സ്നേഹത്തിന്റെ ഭാഗമാണ്, അല്ലാതെ പ്രശ്നമല്ല. അതൊരു സ്നേഹത്തിന്റെ ഭാഗമാണ്. ആ കച്ചറ എന്നല്ല ഇവിടെ പറയുന്നത്. ആ കച്ചറ ഒരു സ്നേഹത്തിന്റെ ഭാഗമാണ്. അതിന് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. അത് അവർ സ്നേഹമുള്ളിടത്ത് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവും, അല്ലേ? നിങ്ങൾ അനിയനെ ഏട്ടനായിട്ട് അടി ഉണ്ടാക്കാറില്ലേ ചെറിയ രീതിയിലൊക്കെ? അതൊരു മാരകമായ പ്രശ്നമല്ല, അതൊരു രസമാണത്. പക്ഷെ മൂക്കിന്റെ പാലം ഒന്നും ഇടിച്ചു പൊട്ടിക്കാൻ പാടില്ല. മൂക്കിന്റെ പാലം ഇടിച്ചു പൊട്ടിച്ചാൽ പിന്നെ മൂക്കിന്റെ പാലം ഉണ്ടാവുകയില്ല.
അതുകൊണ്ട് മൂക്കൻ്റെ പാലം നമ്മൾ കംപ്ലൈന്റ് ആക്കാൻ പാടില്ല. അപ്പോൾ ബാപ്പയും ഉമ്മയും അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ മക്കൾ ആരും അതിൽ ഇടപെടാൻ പോകാതിരിക്കുക. അപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു ഉമ്മ വിളിച്ചിട്ട് മോനെ അങ്ങനെ ഇല്ലടാ ഇങ്ങനെ ഇല്ലടാ ഇങ്ങനെ, ഉമ്മ അത് നിങ്ങൾ തമ്മിൽ തീർത്തോളി, ഞങ്ങൾ വെറുതെ വിട്ടേക്കൂ എന്ന് പറയാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഘടകകക്ഷികളൊക്കെ ആയിട്ട് ബാപ്പയും കുട്ടികളൊക്കെ വേറെ ആക്കിയിട്ട് ലാസ്റ്റ് ഈ ബാപ്പയും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ പിന്നെ കുട്ടികളൊക്കെ പുറത്തേക്ക് തരക്കേടുള്ള പരിപാടി. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഞാൻ പറയുന്നത്. സൗന്ദര്യപ്പെടങ്ങൾ ഉണ്ടായിക്കോട്ടെ, മക്കളെ അറിയിക്കാത്ത രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മക്കളോട് പ്രത്യേകിച്ചും എൻ്റെ പെണ്ണുങ്ങളെ ഞാൻ പറയുന്നത്, ബാപ്പ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് അർഹിക്കുന്ന സ്ഥാനം കിട്ടാതെ പോകുന്നുണ്ടോ എന്നെനിക്ക് വല്ലാത്ത സംശയമുണ്ട്. അത് ഭയങ്കര ഞാൻ പലപ്പോഴും ഞാൻ കൺസൾട്ടിങ് ചെയ്യുന്ന ആളല്ലേ, ഞാൻ ഊഹിച്ച കഥ പറയുന്ന ആളല്ലല്ലോ. എത്രയോ കേസുകൾ വരുമ്പോൾ, പ്രത്യേകിച്ചും ചില കുടുംബമൊക്കെ ഗൾഫിൽ കുറേ കാലം 10, 20, 25 കൊല്ലക്കാലം ഗൾഫിലൊക്കെ ജോലി ചെയ്ത് ബാപ്പ ഗൾഫിൽ നാട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ പെണ്ണിന്റെ അസുഖം തുടങ്ങും. എന്താണ്? ഇഷ്ടമല്ല. കാരണം എന്താ? 25 കൊല്ലം ഈ പെണ്ണാണ് സമ്പത്ത് കൈകാര്യം ചെയ്തത്. ഇനി അതൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നേതാവായിട്ട് ഭർത്താവ് വീണ്ടും വരുന്നു. സന്തോഷത്തിന് പകരം പെണ്ണ് ഇടങ്ങാറാക്കുകയാണ് ചെയ്യുന്നത് അവിടെ. എന്നിട്ട് ഈ ബാപ്പ കൊളസ്ട്രോളോ ഷുഗറോ പല അസുഖങ്ങളും ഉണ്ടാവും. എന്നിട്ട് ഈ ബാപ്പ വന്നവിടെ ഇരുന്നത് മുതൽ തുടങ്ങി മക്കളൊക്കെ ഒരു കെട്ട് ബാപ്പാനെ പുറത്താക്കി. കാരണം എന്താ? വരുമാനമൊക്കെ വറ്റിയിരിക്കുന്നു, പുള്ളിക്കാരൻ രോഗിയായിരിക്കുന്നു, അങ്ങോട്ട് കെയർ ചെയ്യേണ്ട പ്രായമായിരിക്കുന്നു. അപ്പൊ ഈ പെണ്ണിന് പറ്റുന്നില്ല. നാശമാണത്. അങ്ങനെയുള്ള കുറേ കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് എത്ര ആൾക്കാർ, ഞാൻ ഒരു തവണ സൗദി പോയ സമയത്ത്, ജിദ്ദയിൽ ഉള്ള സമയത്ത്, അവിടെ എത്രയോ ഒരു വർഷം 30 എത്രയോ വർഷക്കാലം അവിടെ ജോലി ചെയ്ത ഒരാളെ ഏതൊക്കെയോ സാമൂഹിക സംഘടനകളൊക്കെ കൂടിയിട്ട് ടിക്കറ്റ് അവർ സ്പോൺസർ ചെയ്തിട്ട് നാട്ടിലേക്ക് പറഞ്ഞയച്ചു, എക്സിറ്റിൽ പറഞ്ഞയച്ചു. എന്നിട്ട് ഞാൻ പിന്നീട് രണ്ടാമതൊരു തവണ ജിദ്ദയിൽ ചെന്ന സമയത്ത് ഈ മനുഷ്യനുണ്ട് അവിടെ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെല്ലാം എക്സിറ്റ് അടിച്ച് ഇവിടുന്ന് പോയത്, സ്വീകരണമൊക്കെ കിട്ടി പോയത്? അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു തരാം, ആ ഒരു വാപ്പ അത്രയോ 68 or 66 വയസ്സാൾക്കുണ്ട്, മാബൈന സത്തീന എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം ലെവലിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആള്. എന്നിട്ട് ആള് പറഞ്ഞൊരു വാക്കെന്താ എന്നോട് പറഞ്ഞു, ആള് എനിക്ക് ഇനി നാട്ടിലേക്ക് പോകണ്ട, ഇവിടുന്ന് മരിച്ചാൽ മതി. കാരണം എന്നല്ല അവർക്ക് ആവശ്യം. അവർക്ക് ആവശ്യം എന്നായിരുന്നില്ല, അവർക്ക് ആവശ്യം എന്റെ പൈസയായിരുന്നു. പൈസ കുറഞ്ഞിട്ട് ക്ഷീണമായിട്ട് രോഗിയായിട്ട് വന്നപ്പോൾ അവർ തിരിഞ്ഞു നോക്കുന്നില്ല. എന്റെ പെണ്ണുങ്ങളെ, ഇവിടെ ഉള്ളവർക്ക് നല്ല പെണ്ണുങ്ങളാണ് ഇങ്ങനെയുള്ള പരിപാടിക്ക് വരുള്ളൂ. എന്നാലും ഞാൻ പറയാം, അങ്ങനെ റിട്ടയർഡ് ആയിട്ട് ഇപ്പൊ ജോലി ഇല്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ നമ്മൾ സ്നേഹത്തോടു കൂടെ, ഒന്നുമില്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരു മനസ്സ് നമുക്ക് വേണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ചരിത്രം പറഞ്ഞുതരാം നിങ്ങൾക്ക് അറിയുന്ന ചരിത്രം ഞാൻ ഒന്നുകൂടെ പറയാം. ആ പായസം കൊടുക്കുന്നത് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കണം. ചരിത്രം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, ഇവിടെ പെണ്ണുങ്ങൾക്ക് ഒക്കെ അവിടെ ആണുങ്ങൾക്ക് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർണായകമായ എല്ലാ ഘട്ടത്തിലും കൂടെ നിന്നവരാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞാലും പൂതി തീരൂല. അത്ര വല്ലാത്ത ക്യാരക്ടറാണ് ഖദീജ ഉമ്മർ റളിയല്ലാഹു അൻഹ. അതായത് ഒരു ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന് ഒരുപാടൊന്നും വിശദീകരിക്കേണ്ടതില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഖദീജ ഉമ്മാന്റെ ചരിത്രത്തിലൂടെ ഒന്ന് കടന്നുപോയാൽ മതി. എന്താണ് അവിടുത്തെ ചരിത്രം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്യാണം കഴിക്കുമ്പോൾ മഹദിക്ക് 40 വയസ്സ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സ്. ഖുവൈലിദ് എന്ന് പറയുന്ന കോടീശ്വരനായ ഒരു മനുഷ്യന്റെ മകളാണ് ഖദീജ റളിയല്ലാഹു അൻഹ. മക്കക്കാരായ നേരത്തെ 2 കല്യാണം കഴിഞ്ഞ് അതിൽ 2 or 3 മക്കൾ അവർക്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രപ്പോസൽ വരുന്നത്. എന്നിട്ട് മക്കക്കാരായ ആൾക്കാർ കളിയാക്കി, എന്തേ ഖദീജ ഒരു കല്യാണം കഴിച്ച ആളെ കണ്ടോ, സമ്പത്തും ഇല്ല, ഒന്നുമില്ല, വാപ്പയും ഇല്ല, ഉമ്മയും ഒന്നും ജീവിച്ചിരിപ്പില്ല, ഒന്നും ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചോയ്സ് റോങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കക്കാരായ പല പ്രമാണിമരായ ആളുകൾ കളിയാക്കി, സമ്പത്തില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ ചെയ്തെന്താണെന്നറിയോ? മക്കക്കാരായ ഉന്നതമായ തറവാട്ടിലുള്ള മൊത്തം ആളുകളെ സൽക്കാരത്തിന് വിളിച്ച് വീട്ടിലേക്ക്, എല്ലാവരും സൽക്കാരത്തിന് വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് ആ സൽക്കാരത്തിന് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല വിളിച്ചത്, ഒരു കാര്യങ്ങൾ അറിയിക്കാനാണ്. എന്താണ്? എനിക്കുള്ള മുഴുവൻ സമ്പത്തും ഞാൻ എന്റെ ഭർത്താവിന് കൊടുത്തിട്ടുണ്ട്. ഇനി മേലിൽ എന്റെ ഭർത്താവ് സമ്പത്തില്ലാത്ത ആളാണെന്ന് പറയരുത്. ഇനി മുതൽ ഞാനാണ് സമ്പത്തില്ലാത്ത ആള്. എന്റെ മുഴുവൻ സമ്പത്തും ഭർത്താവിന് കൊടുത്തിരിക്കുന്നു. എന്താണത്? ഭർത്താവിന്റെ ഫൈനാൻഷ്യൽ ക്രെഡിബിലിറ്റിയെ ഒരാൾ ചോദ്യം ചെയ്തപ്പോൾ, സമൂഹത്തിൽ ചിലർ ചോദ്യം ചെയ്തപ്പോൾ സ്വന്തം സമ്പത്ത് മുഴുവൻ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു, നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ. എന്നിട്ട് പറഞ്ഞു, ഇനി മേലിൽ മിണ്ടി പോകരുത്, എന്റെ ഭർത്താവിന്, എന്റെ മുഴുവൻ സമ്പത്ത് എന്റെ ഭർത്താവിനായിരിക്കുന്നു. അതായത് എന്റെ ഭർത്താവ് ഒരു നിലക്കും എവിടെയും 1% പോലും കുറവുണ്ടാവരുത് എന്നാഗ്രഹിച്ച് കട്ടക്ക് നിന്നു, കൂടെ നിന്നു ഖദീജ ഉമ്മർ റളിയല്ലാഹു അൻഹ. ഓരോ ദിവസവും ഖദീജ ഉമ്മ, നമ്മൾ പണ്ടൊരു പാട്ടിൽ ഇങ്ങനെ എന്താണ്, മാണിക്യ മലരായ ഭൂമി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടിൽ ഒരു വിവാദം ഉണ്ടായിരുന്നു കേരളത്തിൽ 3-4 വർഷങ്ങൾക്ക് മുമ്പ്. എന്തുണ്ടായത്?
ആ മാണിക്യമലനായ പൂവി എന്ന് പറയുന്ന പാട്ട് സിനിമയിൽ പാടി അത് തെറ്റാണെന്നാണ് പ്രശ്നം ഉണ്ടായത്. മാണിക്യമലനായ പൂവി എന്ന് പറയുന്ന പാട്ട് സിനിമയിൽ ഒരാൾ പാടിയിട്ടുണ്ട്. അപ്പൊ അത് മുസ്ലിങ്ങളുടെ വികാരം വ്രണപ്പെടുമെന്നാണ് അന്ന് ചില ആളുകളൊക്കെ പറഞ്ഞിട്ട് ചർച്ചയാക്കിയത്. നമ്മളതിന് അന്നേ മറുപടി പറഞ്ഞത് മുസ്ലിങ്ങളുടെ വികാരം വ്രണപ്പെട്ടിട്ടില്ല. കാരണം ഒരു മുസ്ലിം സിനിമ കാണില്ല. അത് പിന്നെ സിനിമ കണ്ടവൻ പേരിട്ടവനാണ്, പേരിട്ടവന് മാത്രം മുസ്ലിം ആവില്ല. അപ്പൊ ഓൻ ഇസ്ലാമിയത്തില്ല, ഓൻ സിനിമ കണ്ടതാണ്. അതുകൊണ്ട് ഓന് ഇല്ലാത്തൊരു വികാരം വ്രണപ്പെടാൻ ഉണ്ടാവില്ലല്ലോ. അവിടെ എന്താണ് ആ പാട്ട് സിനിമയിൽ പാടിയതല്ല തെറ്റ്, ആ പാട്ടിന്റെ തെറ്റാണ്. മാണിക്യമലരായ പൂവി എന്ന് പറയുന്ന പാട്ട് സിനിമയിൽ പാടിയതല്ല. ആ പാട്ടിന്റെ അനുപല്ലവിയിൽ പറയുന്നുണ്ട്, കച്ചവടത്തിന് പോയപ്പോൾ ഇങ്ങനെ കണ്ടപ്പോ പ്രണയം തോന്നിയിട്ട് കല്യാണം കഴിച്ചു എന്ന അർത്ഥം വരുന്ന വരി ആ പാട്ടിലുണ്ട്. ആ പാട്ടിന്റെ ഗുരുതരമായ മിസ്റ്റേക്കാണ്. മുസ്ലിമായ മനുഷ്യനെ പാട്ട് പാടാൻ പറ്റൂല. അതിന്റെ പ്രശ്നം എവിടെയെന്ന് അറിയാം, മാപ്പിളപ്പാട്ട് എന്ന പേരിൽ മാപ്പില്ലാ പാട്ടുകളാണ് ഇന്നത്തെ കാലത്തും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുറേ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ കുറെ പാട്ടിറങ്ങി. ഞങ്ങൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടോട്ടി ടൗണിൽ ഒരു മാപ്പിളപ്പാട്ട് സാഹിത്യവുമായി ബന്ധപ്പെട്ടൊരു സെമിനാർ നടന്നു. ഇപ്പോഴൊന്നല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഞാനന്ന് അവിടെ നാട്ടിലെ ഒരു കമ്മിറ്റിയിൽ ചെറിയൊരു സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ കൊണ്ടോട്ടിയിൽ പരിപാടി സംഘടിപ്പിച്ചാണ്. ആ പരിപാടി പങ്കെടുത്തുകൊണ്ട് ഈ അടുത്ത് ഇവിടെ പറഞ്ഞു പോയ മാപ്പിളപ്പാട്ട് സാഹിത്യത്തിൽ ഏറെ പഠനം നടത്തിയിട്ടുള്ള ബാലകൃഷ്ണ പള്ളിക്കുന്ന് മാഷ്, ആ മാഷ് അന്ന് ആ വേദിയിൽ വന്നുകൊണ്ട് മുസ്ലിംസാണ് ബഹുഭൂരിഭാഗം ആ സദസ്സിലുള്ളത്, അവരോട് പറഞ്ഞു, അന്നൊരു പാട്ടുണ്ടായിരുന്നു, ഫാത്തിമ എന്നൊരു പാട്ടുണ്ടായിരുന്നു, ഫാത്തിമ എന്നൊരു പാട്ടിന് ആ പാട്ട്. എന്നിട്ട് ബാലകൃഷ്ണ മാഷ് പള്ളിക്കുന്ന് അദ്ദേഹം അവർ മുസ്ലിം സഹോദരനാണ്. അദ്ദേഹം പറയാണ്, മുസ്ലിം സുഹൃത്തുക്കളെ ആ പാട്ട് നിങ്ങൾ പാടരുത്, ആ പാട്ട് നിങ്ങൾ കേൾക്കരുത്. കാരണം നിങ്ങൾക്ക് ഫാത്തിമ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവാചകന്റെ പുണ്യ മോളാണ്. ആ മോളെ ഏതോ ഒരു കാമുകൻ ഒരു കാമുകിയെ വിളിക്കുന്നതിന്റെ ഒരു ലാഘവത്തോടു കൂടെ കാമുകിയെ അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് പാടാൻ പറ്റില്ല, ആ പാട്ട് നിങ്ങൾ പാടരുത് എന്ന് അദ്ദേഹം പറയായിരുന്നു. പക്ഷേ മാപ്പിളപ്പാട്ട് ചില ആളുകൾ മനസ്സിലാക്കി പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോ മമ്പുറത്ത് തങ്ങളുടെ പാട്ടാണെങ്കിലും മ്യൂസിക് ഉണ്ടെങ്കിലും കുഴപ്പമില്ലെന്നാ. മടവൂർ ഉപ്പാപ്പന്റെ പാട്ടാണെങ്കിൽ മ്യൂസിക് ഉണ്ടെങ്കിലും അങ്ങനെ പറ്റൂല. ഇസ്ലാമിന് അതിനുള്ള നിയമം അതൊക്കെ പണ്ഡിതന്മാർ പറയും. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ രീതിയിൽ ഈ പറയപ്പെട്ട വിഷയത്തിൽ നമ്മുടെ ശ്രദ്ധ നന്നായിട്ടുണ്ടാവണം.